സൈബർ ഫോറൻസിക് വിദഗ്ധൻ പി വിനോദ് ഭട്ടതിരിപ്പാടിന്റെ വീട്ടിൽ വൻ കവർച്ച നടത്തിയ പ്രതിയെ തിരയുകയാണ് നടക്കാവ് പോലീസ്. CCTV ദൃശ്യങ്ങളുടെ സഹായത്തിൽ തിരിച്ചറിഞ്ഞ മോഷ്ടാവിനെ പിടികൂടാൻ പ്രത്യേക സ്ക്വാഡിന്റെ അന്വേഷണം തുടരുകയാണ്. പി വിനോദ് ഭട്ടതിരിപ്പാടിന്റെ കോഴിക്കോട് അഴകൊടി ക്ഷേത്രത്തിന് സമീപമുള്ള വീട് കുത്തിത്തുറന്ന് ചൊവ്വാഴ്ച പകലായിരുന്നു മോഷണം. കവർന്നത് 13 പവനോളം സ്വർണം. പരിസരത്തെ CCTV പരിശോധിച്ചതിൽ പ്രതിയെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ആളുടെ ദൃശ്യങ്ങൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പോലീസിന് ലഭിച്ചു. ഇയാൾക്ക് വേഗത്തിൽ കൈവിലങ്ങ് വയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. മോഷ്ടാവിന്റെ വിരലടയാളവും വീട്ടിൽ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. വീടിന്റെ മുൻഭാഗത്തെ വാതിലിലൂടെ തന്നെയാണ് മോഷ്ടാവ് അകത്തേക്ക് കയറിയത്. ഇതിനായി കട്ടിലയുടെ ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ മാത്രം തകർത്തു. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് യാതൊരു കേടുപാടും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാത്ത രീതിയിലാണ് മോഷ്ടാവ് ഇത് തകർത്ത് അകത്തേക്ക് പ്രവേശിച്ചത്. പോലീസും ഫോറൻസിക് സംഘവും നടത്തിയ പരിശോധനയിൽ വാതിലിൻ്റെ ഇവിടെ വെച്ച് തന്നെ ഏതായാലും ആ മോഷ്ടാവിൻ്റെ ഫിംഗർ പ്രിൻ്റ് ലഭിക്കുകയും ചെയ്തു. അത് അന്വേഷണത്തിൽ വളരെ നിർണായകം തന്നെയാണ്. കൃത്യമായി ഇവിടെ അയാളുടെ 5 വിരലുകളും വരുന്ന രീതിയിൽ ഈ ഫോറൻസിക് സംഘം രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാകും. ഇതിനുശേഷമാണ് ഇതുവഴി വന്ന് മുകളിലേക്കുള്ള സ്റ്റെയറിലൂടെ മോഷ്ടാവ് അകത്തേക്ക് പോയത്. മുകളിലുള്ള ഒരു അലമാരയുണ്ട്. അലമാര പൂട്ടിയിരുന്നില്ല. അതിനകത്ത് ഉണ്ടായിരുന്ന ചെറിയൊരു ബോക്സിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് ഈ മോഷ്ടാവ് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. ഇതിനുവേണ്ടി തിരിച്ച് അടുക്കളയിലേക്ക് താഴെ ഇറങ്ങി വന്ന് അടുക്കളയിലുണ്ടായിരുന്ന ഒരു കത്തി അതെടുത്തു കൊണ്ടുവന്നാണ് ഈ അരക്കകത്തുണ്ടായിരുന്ന ചെറിയ ആ ഒരു ബോക്സ് അത് തുറന്നിരുന്നത്. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിച്ചു വരികയാണ്. വിനോദ് ഭട്ടതിരിപ്പാടും ഭാര്യയും രാവിലെ 6:15 ഗുരുവായൂരിൽ പോയി. വൈകിട്ട് 4-ന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലാക്കിയത്. രാവിലെ 6:15 പോയി, വൈകുന്നേരം 4:15 വന്നു. ഈ 4:15 വന്നപ്പോൾ ഇത് കുത്തി പൊളിച്ച് കണ്ടപ്പോൾ പുറത്ത് ഞങ്ങൾ ആദ്യം വൈഫിനോട് തൊടണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സൈബർ ഫോറൻസിക്സ് ഫീൽഡിലാണ് വർക്ക് ചെയ്യണത് എന്നുള്ളതുകൊണ്ട് ഇത് കണ്ട പരിചയമുണ്ടോ ഇത്തരം കാര്യങ്ങൾ. ഞാൻ എവിടെയും തൊടാതെ ഇവിടെ വന്ന് നോക്കുമ്പോൾ സ്വർണം വെച്ചിരുന്ന പൗച്ചുകളൊക്കെ തുറന്ന് കിടക്കുകയാണ്. പക്ഷേ ഞങ്ങൾ കൈകൊണ്ടൊന്നും തൊട്ടില്ല. ഇവിടുന്ന് കാണാമായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ താഴോട്ട് നോക്കിയാൽ കൂമ്പാരായിട്ട് കിടന്നിരുന്നത്. ഫോറൻസിക്സുകാർ വന്നു. അവരിതിൻ്റെയൊക്കെ വിരലടയാളമൊക്കെ എടുത്തു. വിരലടയാളം കിട്ടി. പിന്നെ അവർ ഈ പൗച്ചുകൾ ഓരോന്നായിട്ട് നോക്കിയിട്ട് ഫോറൻസിക്സുകാർ നോക്കണതിൻ്റെ ഇടയിൽ നിന്ന് പല സ്വർണ്ണ ഉരുപ്പടികളും തിരിച്ചു കിട്ടി. അത് പക്ഷേ ആഭരണ രൂപത്തിലുള്ളതൊക്കെ പോയി. വാതിൽ തകർത്ത് അകത്ത് കയറിയ ശൈലി ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ പ്രതി നേരത്തെയും കവർച്ചാ കേസുകളിൽ ഉൾപ്പെട്ടയാളാണെന്നാണ് പോലീസ് കരുതുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.